എല്ലാവർക്കും നമ്മുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ട് വലിയ മെനക്കേടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഗോതമ്പ് പൊടിയും ഈ ഒരു മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്നാക്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് 1/4 കപ്പോളം വരുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1-2 ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണ, അല്ലാന്നുണ്ടെങ്കിൽ ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയായാലും ഓയിലായാലും എന്തായാലും കുഴപ്പമില്ല. പൊടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ചൂടുള്ള വെള്ളത്തിൽ വേണം ഈ ഒരു പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പൊടി എന്ന് പറയുന്നത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. നമ്മൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഒരു സ്നാക്ക് ഉള്ളൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് നന്നായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ സാധാരണ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ സോഫ്റ്റ് ആയിട്ട് ഞാനിത് ഇതുപോലെ അങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലോട്ട് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സവാള എന്ന് പറയുന്നത് ഒരുപാട് വഴറ്റി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ഒരു സവാളയുടെ പച്ചക്കുത്തൽ ഒന്ന് ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മാറണം കേട്ടോ, അത്ര മാത്രം മതി. പിന്നെ നമ്മൾ സാധാരണ മസാലയിലൊക്കെ ചെയ്യുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ പച്ചമുളക്, കറിവേപ്പില ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫില്ലിങ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു സവാളയുടെ ആ ഒരു പച്ചക്കുത്തൽ ഒന്ന് മാറട്ടെ. സവാളയുടെ ആ ഒരു പച്ചക്കുത്തൽ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണോളം വരുന്ന മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 1/2 ടീസ്പൂണോളം വരുന്ന നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണോളം വരുന്ന ചിക്കൻ മസാലപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം വരുന്ന ഗരം മസാല, അതേപോലെ 1/4 ടീസ്പൂണോളം വരുന്ന കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടി ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു പൊടികളുടെ പച്ചക്കുത്തൽ ഒന്ന് മാറിയാൽ മതി കേട്ടോ, അത്രമാത്രം മതി. അതുവരേക്കും നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലോട്ട് ഒരു മുട്ടയാണ് കേട്ടോ ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ഇനി ഒരു സവാളയും അതേപോലെ ഈ ഒരു മുട്ടയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഫില്ലിങ്സ് ആണ് കേട്ടോ. പക്ഷേ നമ്മൾ ആ ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഈ ഒരു ഫില്ലിങ്സിന് പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ്. ഇനി ഇത് സാധാരണ നമ്മൾ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചില്ലി എടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ ഇതുപോലുള്ളൊരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു മാവ് നമുക്ക് 6 ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു വലുപ്പത്തിലുള്ള 6 ഉരുളകൾ കേട്ടോ. ഒരുപാട് വലുപ്പം കുറഞ്ഞു പോകണ്ട, ആ ഒരു സമയത്ത് നമുക്ക് പരത്തിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ഒരുപാട് വലുപ്പം കൂടി പോകട്ടെ കേട്ടോ, ഒരുപാട് കട്ടിയായി പോകും നമ്മളിത് ഗോതമ്പ് പൊടിയിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട്. അപ്പോൾ കറക്റ്റ് ഇത് ഈ ഒരു വലുപ്പത്തിലുള്ള 6 ബോളുകൾ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ഓരോ ബോൾസും ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ മാവ് നമുക്ക് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ പരത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി കോല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് നൈസായി പോകാൻ പാടില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ ഇതേ കറക്റ്റ് ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ്സ് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് നിറച്ചു കൊടുക്കാം. അപ്പോൾ നിറച്ചു കൊടുക്കുന്ന സമയത്ത് ഫില്ലിങ്സ് എന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് കൂടി പോകണ്ട, ഒരു 2-2.5 ടീസ്പൂണോളം മാത്രം മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കൂടി പോയി കഴിഞ്ഞാൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇത് വീണ്ടും കൈയുടെ അടിയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കുക കേട്ടോ. കറക്റ്റ് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്നാക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് കറക്റ്റ് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക.
അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു മുകൾ ഭാഗം എന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് നൈസായി പോകണ്ട. നൈസായി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് എണ്ണയിലോട്ട് ഇട്ടെടുക്കുന്ന സമയത്ത് അത് അങ്ങോട്ട് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് നൈസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി ഇതേ ഒരു പാനിൽ എണ്ണ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു സൈഡ് ആയിക്കഴിഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതേ പതുക്കെ ഇതുപോലെ അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പക്ഷെ തീ എന്ന് പറയുന്നത് എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചെന്ന് കഴിഞ്ഞാൽ പുറം ഭാഗം പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും. എന്നാൽ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഉള്ളുഭാഗം ഒട്ടും വെന്തിട്ടുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എണ്ണ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗവും കറക്റ്റ് ഇതുപോലെ അങ്ങോട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് ഈ ഒരു പാനിൽ അങ്ങോട്ട് എടുത്ത് മാറ്റി കൊടുക്കാം. അപ്പോഴത്തേ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മളിത് മുട്ടയുടെ ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുത്തുകൊണ്ട് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റുള്ള സ്നാക്ക് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മൾ രാവിലെയൊക്കെ ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വേറെ കറികളിടൊന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു തവണ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നവരെ ലൈക്ക് ചെയ്യാതെ പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ ഇതുപോലുള്ളൊരു കിടിലൻ റെസിപ്പി ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.